ഹരേ കൃഷ്ണ. മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു, പക്ഷേ ഞാൻ മാത്രം ഇവിടെ സ്റ്റക്കായിരിക്കുന്നത് പോലെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്ര ദുഃഖങ്ങൾ വരുന്നു? ചിലപ്പോൾ നമ്മൾ വളരെ നല്ലവരായിരുന്നിട്ടും ജീവിതം നമ്മളെ പരീക്ഷിക്കും. പ്രശ്നങ്ങൾ, വേദന, ഒറ്റപ്പെടൽ, നഷ്ടങ്ങൾ. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവം എവിടെയാണ്? ഇന്നത്തെ വീഡിയോയിൽ കൃഷ്ണ ടീച്ചിങ് പ്രകാരം ജീവിതത്തിൽ ദുഃഖങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് സിമ്പിളായി നോക്കാം. ചില ദിവസങ്ങളിൽ എനിക്ക് തന്നെ മനസ്സിലാകില്ല, പുറത്ത് എല്ലാം നോർമൽ പോലെ തോന്നും, പക്ഷേ അകത്ത് എല്ലാം തകരുന്ന പോലെ. ആരും കാണാത്തൊരു ഫൈറ്റ്. ഞാൻ ആരോടും ഒന്നും പറയാറില്ല, കാരണം ആരും മനസ്സിലാക്കില്ല എന്നൊരു ഭയമാണ്. രാത്രിയിൽ കിടക്കുമ്പോൾ മാത്രം മനസ്സ് കൂടുതൽ ഹെവിയാകും. എല്ലാവരും മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും, എനിക്ക് മാത്രം എന്താണ് തെറ്റ് എന്ന്. ഞാൻ പോരായ്മയുള്ള ആളാണോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. ജീവിതം എല്ലായ്പ്പോഴും സന്തോഷം മാത്രം നൽകുന്ന ഒരു യാത്രയല്ല. കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും രണ്ടും താൽക്കാലികമാണ്. പകൽ കഴിഞ്ഞാൽ രാത്രി വരും, രാത്രി കഴിഞ്ഞാൽ വീണ്ടും രാവിലെ. അതുപോലെ തന്നെ സന്തോഷവും മാറും, ദുഃഖവും മാറും. പക്ഷേ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ അതാണ് സ്ഥിരം എന്ന് കരുതും. അതോടെ നമ്മുടെ മനസ്സ് തകരും. കൃഷ്ണ പറയുന്നു, ഈ സമയവും കടന്നു പോകും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന പോലും ഒരു ദിവസം ഒരു ഓർമ്മ മാത്രമായിരിക്കും. ദുഃഖങ്ങൾ നമ്മെ ശക്തരാക്കും. ജീവിതത്തിലെ ചില ദുഃഖങ്ങൾ നമ്മളെ തകർക്കാനല്ല, മാറ്റാനാണ് വരുന്നത്. ഒരു വിത്ത് മണ്ണിനുള്ളിൽ തകർന്നാലേ ഒരു വലിയ വൃക്ഷമായി വളരുകയുള്ളൂ. അതുപോലെ ചില സ്ട്രഗിൾസ് നമ്മളെ മെൻ്റലി സ്ട്രോങ് ആക്കും, ക്ഷമിക്കാൻ പഠിപ്പിക്കും, ജീവിതം മനസ്സിലാക്കാൻ സഹായിക്കും. ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുന്നത് ഭാവിയിൽ നല്ലതിലേക്ക് എത്തിക്കാനായിരിക്കും. ആ സമയത്ത് അത് മനസ്സിലാകില്ല, പക്ഷേ പിന്നീട് മനസ്സിലാകും അതൊക്കെ നല്ലതിനായിരുന്നു എന്ന്. എന്തുകൊണ്ട് നല്ല ആളുകൾക്കും ദുഃഖം വരുന്നു? ഇത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നല്ലവർക്കും എന്തിന് പ്രോബ്ലംസ് വരുന്നു? കൃഷ്ണ പറയുന്നു, ലൈഫ് എല്ലാവരെയും പരീക്ഷിക്കും. പ്രശ്നങ്ങൾ വരുന്നത് ശിക്ഷയല്ല എല്ലായ്പ്പോഴും. ചിലപ്പോൾ അത് ഒരു പഠനമാണ്. അത് നമ്മളെ ശക്തരാക്കാൻ വരുന്ന ഒരു അനുഭവമാണ്. ഇന്ന് നമ്മൾ കരയുന്ന കാര്യങ്ങൾ നാളെ നമ്മളെ ശക്തരാക്കും. ഇന്ന് നമ്മളെ തകർത്തതുപോലെ തോന്നുന്ന സംഭവങ്ങൾ നാളെ നമ്മളെ മാറ്റിയ അനുഭവങ്ങളാകും. ദുഃഖം നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ് യഥാർത്ഥ ആളുകൾ, എന്താണ് ജീവിതത്തിലെ സത്യം, നമ്മൾ എത്ര ശക്തരാണെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ദുഃഖം എന്നും നിലനിൽക്കുന്നില്ല. സമയം എല്ലാം മാറ്റും. ഇന്ന് വേദനയുള്ള ഹൃദയം നാളെ ശാന്തമായ പുഞ്ചിരിയാകും. നിങ്ങളിപ്പോൾ ദുഃഖത്തിലാണെങ്കിൽ ഒന്നും നിങ്ങളെ തകർക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ശക്തരാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഗോൾഡ് ഫയറിൽ ചൂടാക്കിയാലേ ഷൈൻ ചെയ്യും. അതുപോലെ മനുഷ്യരും സ്ട്രഗിൾസ് കഴിഞ്ഞാലേ ശക്തരാകും. അതുകൊണ്ട് പ്രോബ്ലംസ് വരുമ്പോൾ വൈ മീ എന്ന് ചോദിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കണമെന്ന് ചോദിക്കൂ. ദുഃഖസമയത്ത് എന്തു ചെയ്യണം? ദുഃഖം വരുന്ന സമയത്ത് ഒറ്റപ്പെടരുത്. നെഗറ്റീവ് ചിന്തകൾ ഫോളോ ചെയ്യരുത്. ഹോപ്പ് നഷ്ടപ്പെടുത്തരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യൂ. ഈശ്വരനാമം ജപിക്കൂ. പോസിറ്റീവ് വീഡിയോസ് കാണൂ. പോസിറ്റീവ് വീഡിയോസ് കേൾക്കൂ. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സ്വയം വെറുക്കരുത്. ഓരോരുത്തരുടെയും വിജയത്തിന് ഓരോ സമയമുണ്ട്. ഇപ്പോൾ നിനക്ക് ദുഃഖം മാത്രമേ കാണുകയുള്ളൂ, പക്ഷേ ഇരുട്ടിനു ശേഷം നിന്റെ ജീവിതത്തിലും വെളിച്ചം വരും. ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും, പക്ഷേ അത് സ്ഥിരമല്ല. കൃഷ്ണൻ നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുന്നില്ല. ദുഃഖത്തിൽ ഒറ്റയ്ക്കായപ്പോൾ ശ്രീകൃഷ്ണൻ നമ്മോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, ഞാൻ എല്ലായ്പ്പോഴും നിന്റെ കൂടെയുണ്ട്. നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നുണ്ട്, നിന്റെ മൗനം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ശരിയാകാൻ ഒരു സമയം വേണം. ദുഃഖം എന്നും നിലനിൽക്കില്ല. ഇന്ന് നീ കരയുന്ന സ്ഥലം തന്നെ നാളെ നീ ചിരിക്കുന്ന കാരണമാകും. എന്നെ വിശ്വസിക്കൂ. ഒന്നോർക്കുക, ഈ സമയവും കടന്നു പോകും. നിങ്ങൾ ശക്തരാണ്. ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ്. ഹരേ കൃഷ്ണ. താങ്ക് യു ഫോർ വാച്ചിങ് മാധവം.